നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ ഒരു മടിയും കാണിക്കുന്നില്ല കത്തോലിക്ക സഭ. സഭയുടെ കീഴിലുള്ള വിവിധ രൂപതകളിൽ കേരള സ്റ്റോറി പ്രദർശനം തുടരുകയാണ്. ന്യൂസ് 18 കേരളം 2 ആഴ്ച മുമ്പ് പുറത്തുവിട്ട കൊച്ചിയിലെ അധോലോകത്തിന്റെ കഥകൾ അതിപ്പോൾ പോലീസ് അന്വേഷണത്തിലേക്കും നീങ്ങുകയാണ്. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്തിരിക്കുകയാണ് കൊച്ചി പോലീസ്. അങ്ങനെ ന്യൂസ് 18 കേരളത്തിന്റെ ഒരു വാർത്ത വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് 18 കേരളം പുറത്തു കൊണ്ടുവന്ന ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്ത് പോലീസ്. വ്യാജരേഖകൾ ഉണ്ടാക്കി വിദേശത്തേക്ക് കടന്നതിൽ അന്വേഷണം. ബംഗളൂരുവിലെ ഏജൻസിയിലേക്കും അന്വേഷണം നീളും. നിർണായകമായത് ഔറംഗസേബ് ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തൽ. ന്യൂസ് 18 കേരളം ബിഗ് ഇമ്പാക്ട്. കേരള സ്റ്റോറി പ്രദർശനം തുടർന്ന് കത്തോലിക്ക സഭ രൂപതകൾ. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ താമരശ്ശേരി രൂപതയിലും പ്രദർശനം. തലശ്ശേരി രൂപതയിലും പ്രദർശിപ്പിക്കും. LDFും UDFും എതിർക്കുമ്പോഴും സിനിമയുടെ പ്രമേയം പ്രസക്തമെന്ന് വിശദീകരണം. സംഘപരിവാർ അജണ്ടയിൽ വീഴരുതെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി. കോൺഗ്രസ് പ്രകടന പത്രികയുടെ 8ാം പേജിനെ ചൊല്ലി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് വാക്പോര്. 8ാം പേജ് നോക്കിയാൽ CAA പറ്റിയുള്ള നിലപാട് അറിയാമെന്ന സതീശന്റെ വാദത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് 8ാം പേജിൽ കാണുന്നില്ലെന്ന് പിണറായി. എനിക്ക് നിങ്ങളുടെ നേതാവിന്റെ പേര് എന്റെ അടുത്ത് പറയുന്നത്. ഞാനൊരു പഴയ നേതാവാണ്. ഇപ്പൊ നേതാവാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളാരും ഇങ്ങനെ പറയത്തുമില്ല, പറയാനും പോകുന്നില്ല. ഞങ്ങൾ പഠിച്ചതൊന്നുമല്ല. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരുടെ പേര് ദയവായിട്ട് പറയുന്നത്. AK ബാലന്റെ ഈനാംപേച്ചി മരപ്പെട്ടി പരാമർശത്തെ വിമർശിച്ച് G സുധാകരൻ. ദേശീയ പദവി നിലനിർത്താൻ മത്സരിക്കുന്നുവെന്നത് പാർട്ടി നിലപാടല്ലെന്ന് സുധാകരൻ. KM മാണിയുടെ ചരമദിനം ആചരിച്ച് കേരള കോൺഗ്രസ് മാണിയും ജോസഫും. സജി മഞ്ഞക്കടമ്പിലിനെ പാർട്ടിയിലെടുക്കുമെന്ന് സൂചന നൽകി റോഷി അഗസ്റ്റിൻ. തിരിച്ചെടുക്കാൻ തയ്യാറെന്ന് PJ ജോസഫ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കണമെന്ന് AK ആന്റണി. പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യം മോശമായതിനാൽ. 2014 മുതൽ ആന്റണിയെ ജനം തള്ളിയതാണെന്ന് അനിൽ ആന്റണിയുടെ മറുപടി. തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ പിന്തുണച്ച് 30 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ BJPയിൽ. ന്യൂസ് 18 കേരളത്തിന്റെ ബിഗ് ഇമ്പാക്ട് സ്റ്റോറിയാണ് പകൽ വാർത്തയിൽ ആദ്യം. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതിനാണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. ഗുണ്ടാ നേതാവ് ഔറംഗസേബിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. കൊച്ചി ACPയുടെ നേതൃത്വത്തിലാണ് ഔറംഗസേബിനെ ചോദ്യം ചെയ്തത്. അനസിന്റെ വിദേശ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഔറംഗസേബിൽ നിന്ന് പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് ന്യൂസ് 18 കേരളമാണ്. തുടർന്നാണ് പോലീസും ATSും ഔറംഗസേബിനെ ചോദ്യം ചെയ്തതും പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ നേതാവിലേക്ക് എത്തിയതും. പെരുമ്പാവൂർ അനസ് നിലവിൽ വിദേശത്താണ്. ഗൾഫിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാവാമെന്നുമാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്ത പോലീസ് അനസിനെ വിദേശത്തേക്ക് കടത്തുവാൻ സഹായിച്ച ഏജൻസിയെക്കുറിച്ചുള്ള അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ടോം, ഇപ്പോൾ നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ എന്തെല്ലാം അന്വേഷണമാകും അനസിനെതിരെ ഉണ്ടാവുക? മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചും ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസിനെ കുറിച്ചും ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് എറണാകുളം സൗത്ത് പോലീസ് ഇപ്പോൾ അനസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് ഗുണ്ടാ നേതാവായ ഔറംഗസേബാണ് പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത്. പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കേസ്. ഇതിന് പുറമെ പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് വ്യാജ പാസ്പോർട്ടിൽ കടന്നതായിട്ടുള്ള കാര്യങ്ങളും ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 നടത്തിയ
അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, തെളിവുകളടക്കം പുറത്തു വന്നത്. അതായത് പെരുമ്പാവൂർ അനസ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ, വ്യാജ ആധാർ കാർഡും വ്യാജ ജനന സർട്ടിഫിക്കറ്റും അടക്കം തയ്യാറാക്കി പിന്നീട് ബംഗളൂരുവിലെ ഒരു ഏജൻസി വഴി ബാംഗ്ലൂരിൽ നിന്നും ദുബായിലേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങൾ, തെളിവുകളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പെരുമ്പാവൂർ അനസിന്റെ വ്യാജ പാസ്പോർട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലേക്കും ഉടൻ തന്നെ സൗത്ത് പോലീസ് നീങ്ങുമെന്ന സൂചനകളുണ്ട്. ഇന്നലെ എറണാകുളം ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉന്നതർ ഔറംഗസേബിനെ ചോദ്യം ചെയ്തിരുന്നു. 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്തതിൽ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. അനസിന്റെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ, സിനിമാ ബന്ധം, രാഷ്ട്രീയ ബന്ധം, വിദേശത്തും കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അനസിനെ സഹായിക്കുന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പെരുമ്പാവൂർ അനസിന് കുരുക്ക് മുറുങ്ങുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. അടുത്ത ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ നിലവിൽ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേന്ദ്ര ഇന്റലിജൻസും ന്യൂസ് 8ന്റെ വാർത്തകൾ കൃത്യമായും നിരീക്ഷിച്ചിരുന്നു. നേരത്തെ ATS ഔറംഗസേബിനെയും ഇബ്രാഹിം കുട്ടിയെയും ചോദ്യം ചെയ്തിരുന്നു. ആലുവ പെരുമ്പാവൂർ പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ അനസിന്റെ കേന്ദ്രങ്ങളിൽ പോലീസിന്റെ റെയ്ഡ് ഉണ്ടാകും, ATSന്റെയും റെയ്ഡ് ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ അനസ് എങ്ങനെയാണ് വിദേശത്തേക്ക് കടന്നത്, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കില്ലേ തുടക്കത്തിൽ പോലീസ് നടത്തുക? അതല്ലാതെ ഇപ്പോൾ ഈ കർണാടകം, തമിഴ്നാട്, അതുപോലെ കേരളം ഇവിടങ്ങളിൽ അനസ് നടത്തിയ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, അതിന് ഗുണ്ടകളെ നിയോഗിക്കുക, ഇതിലേക്ക് ഓരോ കേസുകളിലുമായിട്ട് അന്വേഷണം പോകുമോ ഇപ്പോൾ? അതുപോലെ തന്നെ അനസിനെ വിദേശത്ത് നിന്ന് തിരികെ എത്തിക്കുവാനുള്ള ശ്രമം പോലീസ് നടത്തില്ലേ? ഇപ്പോൾ നിലവിൽ ദുബായിലായിരുന്ന അനസ് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരവും പുറത്തു വരുന്നുണ്ടല്ലോ. മഞ്ജുഷ്, തീർച്ചയായും. കാരണം 16ഓളം കൊലക്കേസടക്കം 16ഓളം കേസുകളിലെ പ്രതിയായിട്ടുള്ള ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് സംസ്ഥാനം വിട്ട കാര്യം നമ്മുടെ പോലീസ്, നമ്മുടെ സേനയും അറിഞ്ഞില്ല എന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിരുന്നു. ഇത് ഇന്റലിജൻസ് വീഴ്ചയാണെന്ന കാര്യം നമ്മൾ നേരത്തെ തുറന്നു പറഞ്ഞതാണ്. ഇതിനെ തുടർന്ന്, അതായത് ന്യൂസ് 8 വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്നാണ് പോലീസും ATSും കേന്ദ്ര ഏജൻസികളും ഈ സംഭവത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെ വ്യക്തമായി തുറന്നു പറയേണ്ടി വരും മഞ്ജുഷ്. എന്തായാലും പെരുമ്പാവൂർ അനസ് നിലവിൽ വിദേശത്താണ്, ദുബായിലാണ്. ദുബായിൽ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരങ്ങളടക്കം കേരളത്തിലെ മറ്റു പ്രമുഖരടക്കം പങ്കെടുത്തായിട്ടുള്ള ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടതാണ്. എന്തായാലും ഈ കേസുകൾക്ക് പിന്നാലെ, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ അനസ് ദുബായിൽ നിന്നും സൗദിയിലേക്ക് കടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കാരണം നിലവിൽ ഇത് പോലീസ് നൽകുന്ന വിവരമാണ്. കാരണം അനസിനെ കേന്ദ്രീകരിച്ച് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഏത് കേസും നേരത്തെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന പല കേസുകളും, തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ്, കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിലൊക്കെ അനസിന് ബന്ധമുണ്ടെന്ന പല വെളിപ്പെടുത്തലും വന്നിരുന്നു. പക്ഷേ ഈ കേസിലേക്കൊക്കെ അന്വേഷണം നീങ്ങണമെങ്കിൽ ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കണം. അതിനുവേണ്ടി അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കണം. ആ ഘട്ടത്തിലേക്കാണ്, അതിന്റെ അന്വേഷണത്തിലേക്കാണ് കിടക്കുന്നത്. അതിനു മുൻപ് എങ്ങനെയാണ് പെരുമ്പാവൂർ അനസ് നാട് വിട്ടത്, അത് വ്യാജ രേഖകളാണ് എന്ന് കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചു നൽകിയ ഏജൻസിയിലേക്കും അതിന് അനസിന് സഹായം നൽകിയ ആളുകളിലേക്കും സ്വാഭാവികമായും അന്വേഷണം നീങ്ങും. പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിച്ച് കേരളത്തിൽ എത്തിക്കാനുള്ള നീക്കമായിരിക്കും ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും അനസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന പല കേസുകളുടെയും പുനരന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി ടോം, എന്തായാലും ഈ ഗുണ്ടാ തലവന്മാരെ കുറിച്ചുള്ള അന്വേഷണ പരമ്പര തുടർച്ചയായിട്ട് ന്യൂസ് 18 കേരളം നൽകി വരികയായിരുന്നു. ഇതിനിടയ്ക്കാണ് ടോം കുര്യാക്കോസിന് ഗുണ്ടകളിൽ നിന്ന് ഭീഷണിയും ഉണ്ടായത്. അത് വകവയ്ക്കാതെയാണ് ന്യൂസ് 18 കേരളം തുടർന്നും വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെതിരെ കൊച്ചി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. തുടരന്വേഷണം ഉണ്ടാകും. പോലീസ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല കത്തോലിക്ക സഭ. കഴിഞ്ഞ ദിവസം ഏപ്രിൽ 4-ന് ഇടുക്കി രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരുന്നു. ഇപ്പോൾ താമരശ്ശേരി രൂപതയിലും കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതുകൂടാതെ തലശ്ശേരി രൂപതയിലും വരും ദിവസം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും. വിശ്വാസികൾക്ക് വേണ്ടിയാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നത്. സൺഡേ സ്കൂളുകൾ
വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ചിരുന്നു. വിശ്വാസോത്സവത്തിന്റെ ഭാഗമായാണ് താമരശ്ശേരി രൂപതയിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത്. ഔദ്യോഗികമായ വിശദീകരണം ഇക്കാര്യത്തിൽ താമരശ്ശേരി രൂപതയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സെൻസർ ബോർഡ് അംഗീകരിച്ചതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ഈ സിനിമ കാണാൻ പാടില്ല എന്ന് പറയുന്നത് സങ്കുചിത ചിന്താഗതിയുള്ളവരാണെന്നാണ് താമരശ്ശേരി രൂപതയുടെ നിലപാട്. താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഫാദർ ചാക്കോ കാളാമ്പറമ്പിൽ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. വന്യജീവികളുടെ ആക്രമണത്തിൽ ഒട്ടേറെ പാവങ്ങൾക്ക് ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നതും EFL നിയമത്തിലൂടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭൂമിയും വീടും നഷ്ടമാകുന്നതും ചർച്ചയാകുന്നില്ല. ഇത്തരം ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള അജണ്ടയാണെന്നും ഫാദർ ചാക്കോ കാളാമ്പറമ്പിൽ പറഞ്ഞു. സഭയുടെ കീഴിലുള്ള പള്ളികളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും, രൂപതകളിൽ പ്രദർശിപ്പിക്കും എന്ന നിലപാടാണ് ഉള്ളത്. സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും സഭയ്ക്ക് കീഴിലുള്ള രൂപതകളിൽ കേരള സ്റ്റോറി പ്രദർശനം തുടരുകയാണ്. ആദ്യം ഫാദർ ചാക്കോ കാളാമ്പറമ്പിലിന്റെ പ്രതികരണത്തിലേക്ക്. ഒരു സിനിമ കാണുന്നത് നമ്മുടെ വായിൽ കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണ്, ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് തരുന്നൊരു ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു വർഷക്കാലം പ്രദർശനം നടത്തിയ സിനിമ ഇവിടെയുള്ള കുറച്ച് പേർ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് ആർക്കും നിഷേധിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമല്ലല്ലോ. അപ്പൊ ഇപ്പോൾ ഇത് ഉയർത്തെഴുന്നേറ്റത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ച, ഇത്തരത്തിലുള്ള ഒരു വിവാദമുണ്ടാക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു അജണ്ടയായിട്ട് ഞാൻ കാണുകയാണ്. തലശ്ശേരി രൂപതയിലും പ്രദർശിപ്പിക്കും കേരള സ്റ്റോറി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇപ്പോൾ സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 2 രൂപതകളിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. ഒരു രൂപത പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നു. പാലാ രൂപതയിലും മിക്കവാറും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും രൂപതകളിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടുണ്ട്. അത് സഭയുടെ പൊതു നിലപാടാണ് എന്ന കാര്യത്തിൽ ഇനി സംശയം ഉണ്ടാകില്ലല്ലോ. കാരണം പ്രതികരിച്ച എല്ലാ സഭാ വക്താക്കളും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും മഞ്ജുഷ്, കേരളത്തിൽ നേരത്തെ ഈ ചിത്രം റിലീസ് ചെയ്തെങ്കിലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ പ്രത്യേകിച്ചും വലിയ കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ഈ സിനിമ മുന്നോട്ട് പോവുകയും ചെയ്ത് അത്തരത്തിൽ ദീർഘനാൾ തിയേറ്ററുകളിൽ ഓടിയെങ്കിൽ പോലും കൂടുതലായി ആളുകളിലേക്ക് അല്ലെങ്കിൽ വിശ്വാസികളിലേക്ക് ഈ ചിത്രം എത്തിയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാവും ഇപ്പോൾ ഈ സഭാ നേതാക്കൾക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ചയിൽ ഈ ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദം ഉയരുകയും ഈ ചിത്രത്തിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു പാർട്ടി നേതാക്കളുമൊക്കെ രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇടുക്കി രൂപത ഈ ചിത്രം കുട്ടികൾക്കായി പ്രദർശിപ്പിക്കുകയും അവരോട് ഇതിൻ്റെ ഒരു സ്വതന്ത്രമായ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. അതോടുകൂടിയാണ് വീണ്ടും ഈ സിനിമ ഈ ദൂരദർശന്റെ പ്രദർശനത്തിനപ്പുറം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നത്. കാരണം സീറോ മലബാർ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഈ സിനിമയെ വീണ്ടും ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു എന്നത് വീണ്ടും ചർച്ചയായത്. ആ സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ തീരുമാനത്തിന് എതിരെ രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഇടുക്കി രൂപത കാണിച്ച ഈ ധീരമായ നിലപാടിനെ, ഈ ചിത്രം കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കാണിച്ച ആ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് താമരശ്ശേരി രൂപതയിലെ KCYM ഭാരവാഹികൾ രംഗത്തെത്തുകയും ഈ ചിത്രത്തിന്റെ ലിങ്കുകൾ KCYMന്റെ ഗ്രൂപ്പുകളും ഒപ്പം സഭയുടെ ഇടവകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ അത് ഷെയർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായും ഇടവക കൂട്ടായ്മകളിൽ ഈ സിനിമ കണ്ടിരിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ തലശ്ശേരി രൂപതയിലും സമാനമായ രീതിയിൽ തന്നെ ആഹ്വാനമുണ്ടാവുകയും സൺഡേ സ്കൂളുകളിലും വിശ്വാസോത്സവ ക്ലാസുകളിലും പ്രത്യേകിച്ചും ഈ അവധിക്കാലമാണ്, കുട്ടികൾക്കായി അവധിക്കാല പരിശീലന ക്ലാസുകൾ, ഈ ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസുകൾ, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ഈ സിനിമയും കാണണമെന്ന ഒരു നിർദ്ദേശം നൽകുന്നു. പിന്നീട് സഭയുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണം, ഈ സിനിമ ഇന്ത്യയിൽ നിരോധിച്ചതല്ല, ഈ സിനിമ കാണാൻ പറ്റില്ല എന്ന സെൻസർ ബോർഡിന്റെ വിലയിരുത്തലില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ആ സിനിമയുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്നതിനപ്പുറം ആ സിനിമ കാണാനുള്ള അവകാശമുണ്ട്. മറ്റ് ജാതിപരമായ അല്ലെങ്കിൽ മതപരമായ തലങ്ങളിലേക്കല്ല അതിനെ കാണേണ്ടത്. ഈ കുട്ടികൾ എങ്ങനെ നേർവഴിക്ക് പോകണം അല്ലെങ്കിൽ മറ്റ് ചതിക്കുഴികളിൽ പെടാതെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു കൗതുകകരമായ പുരോഗതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കോൺഗ്രസും CPM ഒക്കെ നേരത്തെ തന്നെ ഇതിനെ എതിർ
എടുക്കുന്നുണ്ടെങ്കിലും സഭ വളരെ അചഞ്ചലമായ ഒരു നിലപാടുമായി ഈ സിനിമയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തുമ്പോൾ വീണ്ടും കേരള സ്റ്റോറി കേരളത്തിൽ ചർച്ചയാവാണ്. കേരളത്തിനെതിരായ ഒരു പ്രൊപ്പഗണ്ട സിനിമയാണ് ഇത് എന്ന വിമർശനം പോലും ഉയർന്ന ഒരു സിനിമയാണ്. അതാണ് റിലീസ് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായി മാറി. ശരി അനീഷ്, എന്തായാലും കത്തോലിക്ക സഭയുടെ വിവിധ രൂപതകളിലാണ് ഇപ്പോൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിന് അനുകൂലമായ നിലപാട് എടുത്തുവരുന്നത്. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് താമരശ്ശേരി രൂപത. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ്. സംഘപരിവാർ ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെ മാത്രമാണെന്ന് കരുതരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള രൂപതകളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. RSSന്റെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിക്കുന്നത് RSSന്റെ കെണിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RSSന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ അജണ്ടയാണ്. ആ സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാതിരിക്കണം. കേരളത്തിന്റെ കഥയാണല്ലോ പറയുന്നത്. കേരളത്തിൽ എവിടെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്? പച്ച നുണ ഒരു നാട്ടിനെ അപകീർത്തിപ്പെടുത്താൻ ഭാവനയിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവതരിപ്പിക്കലേ ഉണ്ടായിട്ടുള്ളത്. ആ അവതരിപ്പിച്ച കാര്യങ്ങളോട് രാജ്യത്ത് നമ്മുടെ നാട്ടുകാർ മാത്രമല്ലല്ലോ. കേരള സ്റ്റോറി സിനിമ കാണിക്കുവാനുള്ള കത്തോലിക്ക സഭയുടെ തീരുമാനത്തെ എതിർത്ത് AK ആന്റണിയും. കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. BJPയുടെ ഈ കെണിയിൽ വീഴരുതെന്ന് AK ആന്റണി മുന്നറിയിപ്പ് നൽകുന്നു. വളരെ നിർഭാഗ്യകരമായിപ്പോയി. കാരണം കേരളത്തിൽ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജുഡീഷ്യൽ ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ആ കെണിയിൽ വീഴരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. BJPയുടെ കെണിയാണ് ആ കെണിയിൽ വീഴരുത്. കത്തോലിക്ക സഭ കേരള സ്റ്റോറി കാണിക്കുന്നതിനെതിരായിട്ട് MV ഗോവിന്ദനും പ്രതികരണം നൽകുകയുണ്ടായി. കേരള സ്റ്റോറി മുസ്ലിം വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും കേരള വിരുദ്ധവുമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. രൂപത ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് അവർ തന്നെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരാശയത്തെ നിരോധിച്ച് അവസാനിപ്പിക്കണമെന്ന അഭിപ്രായം CPM-നില്ല. സംഘപരിവാർ അജണ്ട ദൂരദർശന്റെ ഭാഗമാക്കിയപ്പോഴാണ് എതിർത്തതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. സഭയാണ് അത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ അത് സംബന്ധിച്ച് എടുക്കുന്ന നിലപാട് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നതിന് 3 ഉള്ളടക്കം. ഒന്ന്, അത് മുസ്ലിം വിരുദ്ധമാണ്. 2, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. 3, അത് കേരള വിരുദ്ധമാണ്. ഈ 3 ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവുമില്ലാത്ത RSS അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഈ കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല കേരള സ്റ്റോറി. കത്തോലിക്ക സഭ കേരള സ്റ്റോറി സിനിമ കാണിക്കുന്നതിനെ അനുകൂലിക്കുകയാണ് കോട്ടയത്തെ NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി. കേരള സ്റ്റോറി റിയൽ സ്റ്റോറിയാണെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട്. എല്ലാവരും ഈ സിനിമ കാണണമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, ലവ് ജിഹാദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതേക്കുറിച്ചുള്ള കണക്ക് എല്ലാ ബിഷപ്പുമാരുടെയും കയ്യിലുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തീർച്ചയായും കാണിക്കണം. ഇതുപോലുള്ള വികൃതി തരം കാണിക്കുന്ന ആളുകൾ തുറന്നു കാണിക്കണ്ടേ? അതിന് എന്താ തെറ്റുള്ളത്? കാര്യം വെച്ചാൽ ഒരു ശരിക്കും ആ ഒരു വിഭാഗത്തെ തന്നെ ചീത്തയാക്കുന്ന രീതിയിൽ അതിനകത്ത് വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന വൃത്തികേടാണ് ഈ പറയുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള ലോകത്തിലുള്ള മുഴുവൻ ആളുകളും അവരെ മൊത്തത്തിൽ ആ സമുദായത്തെ മൊത്തം അങ്ങനെ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി തരാം. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് പ്രകടന പത്രികയുടെ 8ാമത്തെ പേജിനെ ചൊല്ലി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. കഴിഞ്ഞ ദിവസമാണ് VD സതീശൻ പറഞ്ഞത് കോൺഗ്രസ് പ്രകടന പത്രികയുടെ 8ാമത്തെ പേജ് നോക്കിയാൽ CAA-ക്കെതിരായ കോൺഗ്രസിന്റെ നിലപാട് അവിടെ വായിച്ചറിയാം എന്ന്. പക്ഷേ വായിച്ചു നോക്കിയെന്നും അങ്ങനെയൊരു നിലപാട് കാണുന്നില്ല എന്നും മുഖ്യമന്ത്രി ഇന്ന് VD സതീശന് മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. പ്രകടന പത്രികയുടെ കോപ്പിയാണിത്. ഇവരിറക്കിയ പ്രകടന പത്രികയുടെ നമ്മുടെ
ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക മൗനം പാലിച്ചു, എന്താണൊന്നും പറയാതിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം തീർത്തും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പേജ് 8 ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം. ഇതാണ് ആ പേജ് 8 ഭാഗം. അതിൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും നൽകുന്ന മുഴുവൻ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടുണ്ടാക്കിയ എല്ലാ നിയമങ്ങളും തങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയ വലിയ വാദം. ഇന്നലെയാണ് വി ഡി സതീശൻ ഇക്കാര്യം പറഞ്ഞത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല, പ്രകടന പത്രികയിൽ കോൺഗ്രസ് എന്നായിരുന്നു വിമർശനം. എന്നാൽ പ്രകടന പത്രികയുടെ 8ാമത്തെ പേജ് വായിച്ചു നോക്കിയാൽ അവിടെ CAA-ക്കെതിരായ പരാമർശം കാണാമെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് 8 വായിച്ചു നോക്കിയാൽ മതി. പേജ് 8 വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദ് ചെയ്യും. അതിന്റെ അകത്ത് പൗരത്വ നിയമവും വരും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോട്ടയത്ത് KM മാണിയുടെ ചരമദിനത്തിലും ജോസഫ് വിഭാഗവും ജോസ് കെ മാണി വിഭാഗവും തമ്മിലുള്ള വാക്പോര് അവസാനിക്കുന്നില്ല. കേരള കോൺഗ്രസിന്റെ 2 വിഭാഗവും വ്യത്യസ്തമായിട്ട് KM മാണിയുടെ ഓർമ്മ ദിനം ആചരിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിലിനെ കുറിച്ചുള്ള തർക്കവും നേതാക്കൾക്കിടയിൽ തുടരുകയാണ്. കേരള കോൺഗ്രസ് എമ്മിലേക്ക് സജി മഞ്ഞക്കടമ്പിൽ വരുമെന്ന സൂചനയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നൽകിയത്. മാണി ഗ്രൂപ്പിൽ നിന്ന് പോയവർക്ക് മടങ്ങി വരേണ്ടി വരുമെന്നും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൂടുതൽ പേർ രാജിവെക്കും എന്നുമുള്ള ആത്മവിശ്വാസമാണ് റോഷി അഗസ്റ്റിന്റെ വാക്കുകളിൽ ഉള്ളത്. എന്നാൽ സജിക്ക് പിന്നാലെ പാലായിൽ നിന്നുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്നം എന്ന നേതാവ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ചിട്ടുമുണ്ട്. സജി മഞ്ഞക്കടമ്പിൽ വന്നാൽ പാർട്ടിയിൽ തിരിച്ചെടുക്കുമെന്നും പെട്ടെന്നുള്ള വികാരത്തിലാണ് സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചതെന്നുമാണ് PJ ജോസഫിന്റെ നിലപാട്. അദ്ദേഹവും ഇക്കാര്യം പറഞ്ഞു. എന്നാൽ മോൻസ് ജോസഫിനെതിരെ ശക്തമായ വിമർശനം തുടരുകയാണ്. സജി മഞ്ഞക്കടമ്പിൽ ജോസഫ് ഗ്രൂപ്പ് അല്ല ഇപ്പോഴുള്ളത്, മോൻസ് ഗ്രൂപ്പാണ് ഉള്ളതെന്നായിരുന്നു സജി മഞ്ഞക്കടമ്പിലിന്റെ പ്രതികരണം. KM മാണിയുടെ ചരമദിനത്തിൽ നേതാക്കളുടെ പ്രതികരണം കാണാം. കേരള കോൺഗ്രസ് ശക്തി പ്രാപിക്കും. ഇന്ന് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി. ഞങ്ങൾക്കൊരു കാര്യമേ ഉള്ളൂ, കേരള പൊതുസമൂഹത്തിൽ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടമാകരുത്. ഒരു വലിയ ജനവിഭാഗം ഞങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളെ കരുതുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചവരൊക്കെ മടങ്ങി വരുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ മാത്രമല്ല, കേരളമെമ്പാടും കാണാം. 1-2 പേരല്ല, ആയിരക്കണക്കിന് അറിയപ്പെടുന്നവരുടെ പേരുകൾ മാത്രം നമ്മൾ മീഡിയയിലൂടെ കാണുന്നു. അറിയപ്പെടാത്ത ആയിരങ്ങൾ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിലേക്ക് കയറുന്നുകൊണ്ടിരിക്കുന്നു. എക്കാലത്തും അത്തരം കാര്യങ്ങളെ നല്ല നിലയിൽ കണ്ടിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും അതിനേക്കാൾ ഉപരിയായി ഒറ്റ ഘട്ടമായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുള്ളതുമായ ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. ഇല്ലില്ല, അങ്ങനെ അതിൻ്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയി എന്നുള്ളപ്പുറത്ത് അതിനൊന്നുമില്ല, അടിസ്ഥാനപരമായ ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്രേ ഉള്ളൂ. കേരള കോൺഗ്രസിൽ മാണി വിഭാഗവും ജോസഫ് വിഭാഗവും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് കോട്ടയത്ത്. കൂടുതൽ വിവരങ്ങൾ ജി ശ്രീജിത്ത് നൽകും.
എന്തായാലും ജോസഫ് ഗ്രൂപ്പിലെ രാജി തുടരുന്ന കാഴ്ചയാണ് ഇന്നും കാണുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നമാണ് ഇന്ന് പ്രധാനമായും രാജിവെച്ചത്. ഇത് കൂടാതെ പാലായിൽ നിന്നുള്ള യൂത്ത് ഫ്രണ്ടിന്റെയും പാർട്ടിയുടെ പ്രാദേശികമായ പല നേതാക്കളുമൊക്കെ രാജിവെച്ച് സജിക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം വ്യക്തമാക്കാൻ കോട്ടയത്ത് ഒരു സമ്മേളനം തന്നെ വിളിക്കാനാണ് സജി മഞ്ഞക്കടമ്പലിന്റെ തീരുമാനം. ഒരു ശക്തിപ്രകടനം നടത്തുക എന്നുള്ളതാണ് സജി ഉദ്ദേശിക്കുന്നത്. എന്തായാലും സജിയുടെ വരവ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് എന്ന സൂചന നൽകുകയാണ് റോഷി അഗസ്റ്റിൻ ഇന്ന് ചെയ്തത്. റോഷി പറയുന്നത് മാണി ഗ്രൂപ്പ് വിട്ടവർക്ക് അതിലേക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും, സജിക്ക് സ്പേസ് ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പുതിയ പാർട്ടി രൂപീകരിക്കാനൊന്നുമില്ല എന്ന് സജി ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും സജിയുടെ പാർട്ടി വിട്ടുള്ള പോക്കിനെ വൈകാരികമായിട്ടുള്ള പ്രതികരണം എന്ന നിലയിലാണ് പി ജെ ജോസഫ് ഇന്ന് പ്രതികരിച്ചത്. ആദ്യമായാണ് ജോസഫ് ഇങ്ങനെ ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ഈ വിഷയം ചൂടേറിയ ചർച്ചയാകുകയാണ്. സജി ക്യാമ്പിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലും ഓരോരുത്തരെയായി രാജിവെപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ തന്റെ ശക്തി തെളിയിക്കുക, മോൻസ് ജോസഫിനെതിരായ രാഷ്ട്രീയ നീക്കം കൂടുതൽ ശക്തമാക്കുക എന്നത് തന്നെയാണ്. അതിനിടെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ജോസ് കെ മാണി വിമർശകനായി നിന്ന ആ പാർട്ടിയിലെ ഉന്നതാധികാര സമിതി അംഗം PM മാത്യു ഇന്നലെ പ്രാദേശികമായി ചേർന്ന UDF യോഗത്തിൽ പങ്കെടുത്തത്. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിക്കേണ്ടത്, UDF ആണ് ജയിക്കേണ്ടത് എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ അദ്ദേഹം LDF വിടുകയോ കേരള കോൺഗ്രസ് എം വിടുകയോ ചെയ്തിട്ടില്ല എന്നുകൂടി പറയുകയാണ് PM മാത്യു ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതൊരു വിഷയവും ഇതൊരു തരത്തിലും തങ്ങളെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് UDF ക്യാമ്പ് ഉള്ളത്. അതേസമയം വരും ദിവസങ്ങളിലും കൂടുതൽ രാജികൾ വെപ്പിച്ചുകൊണ്ട് കടുത്ത ആഘാതം UDFന് നൽകുക എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെയും ഫലത്തിൽ സജി മഞ്ഞക്കടമ്പലിന്റെ ഒരു ലക്ഷ്യം. എന്തായാലും ഫലത്തിൽ BDJS ഉൾപ്പെടെയുള്ളവരും ഇന്ന് KM മാണിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥനകൾ നടത്തി. രാവിലെ ആദ്യം ജോസ് കെ മാണിയും ഒക്കെയാണ് എത്തിയത്. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ കേരള കോൺഗ്രസ് എം നേതാക്കൾ എത്തുന്നു. അതിനുശേഷം ജോസഫ് വിഭാഗം നേതാക്കൾ എത്തുന്നു. അതിനുശേഷമാണ് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. അതിനുശേഷം ഇപ്പുറത്തെ BDJS സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവരും എത്തി. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോട്ടയം കാഴ്ചക്കാരായി മാറുന്നു എന്നതാണ് ഈ ദിവസം ഇന്നും കണ്ടത്. കോട്ടയത്ത് KM മാണി സ്മൃതി സംഗമവും ജോസ് കെ മാണി വിഭാഗം നടത്തി വരുന്നു. എന്തായാലും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. മറ്റൊരു വാർത്ത നോക്കാം. കഴിഞ്ഞ ദിവസമാണ് AK ബാലൻ ചില മുന്നറിയിപ്പുകൾ നൽകിയത്. ഇത്തവണ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നവും പാർട്ടി പദവിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള AK ബാലന്റെ പരാമർശം ഏറെ ചർച്ചാ വിഷയമായതാണ്. സൂക്ഷിച്ചിത്തവണ വോട്ട് ചെയ്യണം, അതല്ല എങ്കിൽ പാർട്ടി പദവി ചിലപ്പോൾ നഷ്ടമാകാൻ, ദേശീയ പദവി ചിലപ്പോൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മറ്റ് ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ട ഗതികേടുണ്ടാകും, അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന AK ബാലന്റെ ആ പരാമർശം, ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവായ G സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. AK ബാലന്റെ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാതെയാണ് G സുധാകരൻ ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കുന്നത് ദേശീയ പാർട്ടി പദവി നിലനിർത്താനല്ലെന്നും അങ്ങനെ പാർട്ടിയുടെ ഒരു ഘടകത്തിലും ചർച്ച ചെയ്തിട്ടില്ലെന്നും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ പറയില്ലെന്നും ഇങ്ങനെ ഒരു കാര്യം തങ്ങളാരും പഠിച്ചിട്ടില്ല എന്നുമാണ് G സുധാകരൻ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞത്. ന്യൂസ് 18 കേരളവുമായി സംസാരിക്കുകയായിരുന്നു സുധാകരന്റെ വാക്കുകളിലേക്ക്. ഈ ഇലക്ഷന് CPM മത്സരിക്കുന്നത് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനല്ല, അതവിടെ നിലനിന്നോളൂ. അത്തരം പ്രചരണങ്ങളും വരുന്നുണ്ടല്ലോ, നമ്മുടെ സീനിയർ നേതാക്കന്മാർ തന്നെ. ഇല്ല, നമ്മുടെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ പാർട്ടിയുടെ അംഗീകാരം നിലനിർത്താനാണ് ഈ ഇലക്ഷൻ എവിടെയാ പറഞ്ഞത്? ഞങ്ങളാരും വായിച്ചില്ല. എനിക്ക് നിങ്ങൾ നേതാവിന്റെ പേര് എന്റെ അടുത്ത് പറയരുത്. ഞാനൊരു പഴയ നേതാവാണ്, ഇപ്പൊ നേതാവാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളാരും ഇങ്ങനെ പറയത്തുമില്ല, പറയാനും പോകുന്നില്ല. ഞങ്ങൾ പഠിച്ചതൊന്നുമല്ല. ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരുടെ പേര് ദയവായിട്ട് പറയരുത്. തെരഞ്ഞെടുപ്പിൽ അത്തരം വിവാദങ്ങളിലേക്ക് പോകുന്നത് ശരിയായ കാര്യം. തെരഞ്ഞെടുപ്പിലേക്ക് എന്നല്ല, അനാവശ്യമായ വിവാദം ഒരിക്കലും വേണം. ആവശ്യമായ വിവാദം വേണം. വിവാദങ്ങളെ പേടിക്കരുത്. നെഹ്റു പറഞ്ഞ പോലെ The truth comes out only through debates and discussions. സംവാദങ്ങളും ഒക്കെ വേണം. ചില ആ വിവാദത്തിൽ കഴമ്പ് വേണം. ആ കഴമ്പുള്ള വിവാദമാണെങ്കിൽ പറയുന്ന ആളുടെ ഭാഗത്ത് ന്യായവും അവിടെ പ്രയോജനവും. ഞാൻ പറഞ്ഞ അതല്ല, ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം വളരെ വ്യക്തമാണ്. BJPയുടെ ഇന്നത്തെ സ്ഥിതിയുടെ പോക്ക് വെച്ചാൽ അവരെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ള സാധ്യത CPM എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഞങ്ങളുടെ സീറ്റുകൾ പരമാവധി കൂടണം. അങ്ങനെ കൂടിയാലാണ് 2004
ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും മറ്റു പാർട്ടികളെ കൂടെ യോജിപ്പിച്ച് അന്ന് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ട് ഞങ്ങൾ 60 MP-മാരുടെ വോട്ടം കൊണ്ട് കൊടുത്തില്ലേ ഇടതുപക്ഷത്തിന്റെ. ഇനിയും മോദി പ്രചരണത്തിന് എത്തുമെന്ന് പറയുന്നു. ഇപ്പൊ ED ഉപയോഗിക്കുന്നു. കരവന്നൂറൊക്കെ വലിയ വിഷയവും തർക്കവും ഒക്കെ ആവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രചരണ ആയുധമാവുന്നു. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുണ്ടായ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഏത് രീതിയിൽ നമ്മൾ അതിൽ നിന്നൊക്കെ എന്തൊക്കെ തിരിച്ചറിവുകൾ വേണമെന്നാണ് എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത്. നടന്ന കാര്യങ്ങളൊക്കെ നടന്നതാണ്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതിൽ ആർക്ക് ഉത്തരവാദിത്തമുള്ള കാര്യം അന്വേഷിച്ച് തീരുമാനിക്കട്ടെ. ഇവിടെ ഇതൊന്നും പ്രശ്നമേ അല്ല. രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഓർത്ത് നടുവിൽപ്പെട്ടുകൊണ്ടെന്നാൽ നമുക്ക് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമോ? ഇലക്ഷന് ജയിക്കാൻ ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ ആ പ്രശ്നമാണ് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിൽ അവിടെയുള്ള സഹകൾ അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മോഡിജി എത്ര തവണ വേണമെങ്കിലും വന്നോട്ടെ, എന്താ കുഴപ്പം? അദ്ദേഹം മുൻകാലങ്ങളെല്ലാം വന്ന് വെറും കൈയോടല്ലേ പോയത്? അല്ലേ? ഞാൻ പറയട്ടെ, അപ്പം മോഡിജി വന്നോട്ടെ, അത് അവകാശമുണ്ട്. അതുകൊണ്ടൊന്നും ഉടനെ സീറ്റുകളെല്ലാം പറന്ന് BJP-യുടെ കൊട്ടയിൽ പോയി വീഴുന്നു ആരും പ്രതീക്ഷിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന കർമ്മരംഗത്ത് ഉണ്ടായിരുന്നതാണ് ഐസിക് സാർ. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. മൊത്തത്തിൽ എങ്ങനെ എല്ലാവരും ഒന്ന് നോക്കി കാണുന്നത്? തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കൂടുതൽ സീറ്റുകൾ എല്ലാ സീറ്റും ഒന്നും ഞാൻ പറയുന്നത് അത് പറയുന്നത് ശരിയല്ലല്ലോ. അതാണ് അദ്ദേഹം പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായി തന്നെ ജീസു സാരൻ രംഗത്തുണ്ട്. അദ്ദേഹം കുടുംബയോഗങ്ങൾ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. കൃത്യമായ നിലപാടുകൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി അദ്ദേഹമുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, News 18. സർ, VS പോലെയുള്ള നേതാക്കൾ VS-ന് പകരം VS മാത്രമേ ഉള്ളൂ. ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ കാലത്തൊക്കെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹം ഉണ്ടല്ലോ ഇപ്പോഴും വളരെ വളരെ പ്രചരണ രംഗത്ത് അല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ അഭാവം ഉണ്ട്. പിന്നെ EMS പോയില്ലേ, അദ്ദേഹം ഉണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ കൂടെ. അപ്പോൾ പക്ഷെ സംസാരിക്കാൻ കഴിയില്ല, അദ്ദേഹം പ്രചരണത്തിലില്ല. അത് പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നു, ജനങ്ങൾക്കതറിയാം. അദ്ദേഹം മനഃപൂർവ്വം വരാത്തതല്ലല്ലോ, ആരോഗ്യകാര്യമല്ലേ. AK ആന്റണി ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടിയും അനൂപ് ആന്റണിക്കെതിരെയും അനിൽ ആന്റണിക്കെതിരെയും വോട്ട് ചോദിക്കാനായിട്ട് എത്തുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം പ്രചാരണത്തിന് പോകാത്തത്. എന്നാൽ അനിൽ ആന്റണി സ്വന്തം മകൻ തോൽക്കണം എന്നും ആന്റോ ആന്റണി ജയിക്കണമെന്നും AK ആന്റണി ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞു. അനിൽ ആന്റണി ജയിക്കണ്ടേ എന്ന ചോദ്യത്തിനായിരുന്നു AK ആന്റണിയുടെ ഇങ്ങനെയുള്ള മറുപടി. മക്കളെപ്പറ്റി അധികം പറയിപ്പിക്കേണ്ടെന്നും താൻ അത്തരം ഭാഷ ശീലിച്ചിട്ടില്ലെന്നും ആന്റണി പ്രതികരിക്കുകയുണ്ടായി. പ്രചാരണ രംഗത്ത് ഇറങ്ങുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തുകയാണ് AK ആന്റണി. അദ്ദേഹത്തിന്റെ വാക്കുകളും BV അരുൺ നൽകുന്ന റിപ്പോർട്ടും കാണാം. എനിക്കൊരു പാട്ട് തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റോ ആന്റണി ജയിക്കണം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഇന്ന് AK ആന്റണി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് KPCC-യുടെ മാധ്യമ സംഘടിപ്പിച്ച മാധ്യമ മുഖാമുഖത്തിൽ രംഗത്ത് വന്നത്. ഏറ്റവും അധികം വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ്. മോദിയുടെ ഭരണം ഇനി രാജ്യത്ത് തുടരാൻ പാടില്ല, അങ്ങനെ വന്നാൽ അത് രാജ്യത്തിന് ഇപ്പോഴത്തെ ഇന്ത്യയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങിയത്. എങ്കിലും അതിനുശേഷം കൂടുതലും AK ആന്റണി വിമർശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഇടതു മുന്നണിയെ ഒന്നടങ്കമല്ല, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയായിരുന്നു AK ആന്റണി. അതിന് കാരണം കോൺഗ്രസ് ഭരണഘടന വെള്ളം ചേർക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. ഭരണഘടനയും കോൺഗ്രസിനെയും കുറിച്ച് പറയാൻ ഭരണഘടന എന്ത് അവകാശമാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം AK ആന്റണി തുടങ്ങി വച്ചത്. ഭരണഘടനയുടെ അവകാശികൾ അത് അംബേദ്കറും അതുപോലെ കോൺഗ്രസ് പാർട്ടിയുമാണ്, നെഹ്റുവിന്റെ ആശയങ്ങളുമാണ്. അതിനെ അന്ന് എതിർത്ത മുഖ്യമന്ത്രിയുടെ പാർട്ടി, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എങ്ങനെ ഇപ്പോൾ ഭരണഘടനയുടെ പേരിൽ കോൺഗ്രസ് വിമർശിക്കുന്നു എന്നാണ് AK ആന്റണിയുടെ ചോദ്യം. ആ ഭരണഘടന എഴുതിച്ചേരുന്നത് കോൺഗ്രസ് ആണ്, ഡോക്ടർ അംബേദ്കറാണ്. ആ ഭരണഘടന സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അന്ന് ഈ ഭരണഘടന എഴുതിയപ്പോൾ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഭരണഘടന ഉണ്ടാക്കുന്ന നേതൃത്വമാണ്. കേരളത്തിലെ സർക്കാരിനെതിരെയും വലിയ വിമർശനങ്ങൾ ആന്റണി ഉന്നയിച്ചു. മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത്, അതുപോലെ തന്നെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹങ്ങൾക്കുള്ള മറുപടിയായി കൂടി തെരഞ്ഞെടുപ്പ് മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 20 സീറ്റിലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് AK ആന്റണി മുന്നോട്ട് വച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നേരത്തെ തന്റെ മകൻ അനിൽ ആന്റണി
BJP-യിലേക്ക് പോയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കാര്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയിരുന്നു. ഇന്ന് പക്ഷേ നിരന്തരം ഈ ചോദ്യങ്ങൾ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം അക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചു. മകനും അതുപോലെ തന്നെ കെ കരുണാകരന്റെ മകൾ പത്മജയും BJP-യിലേക്ക് പോയതിൽ കടുത്ത അതൃപ്തി വ്യക്തമാക്കുന്ന പരാമർശമാണ് AK ആന്റണി നടത്തിയത്. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. ആന്റോ ആന്റണിയുടെ പ്രചരണത്തിന് എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ പോകുന്നില്ല എന്ന ചോദ്യത്തിലുള്ള മറുപടിയും വളരെ ശ്രദ്ധേയമായിരുന്നു. ആന്റോ ആന്റണിക്ക് വേണ്ടി താൻ പോകേണ്ട കാര്യമില്ല, ആന്റോ ആന്റണി അവിടെ ജയിക്കും എന്ന് പറഞ്ഞ AK ആന്റണി അനിൽ ആന്റണിയുടെ പരാജയം ഉറപ്പെന്നും പരോക്ഷമായി പറഞ്ഞു. ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും, സംശയിക്കില്ല. ഏതായാലും AK ആന്റണിയുടെ വാർത്താ സമ്മേളനങ്ങൾ, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ എക്കാലത്തും വലിയ വിവാദമായും വലിയ ചർച്ചയായും മാറാറുണ്ട്. അത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ തന്നെ നിശ്ചയിക്കാറുള്ളതുമാണ്. ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല. ഈ വാർത്താ സമ്മേളനം ഒതുങ്ങാൻ തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് കാലത്ത് AK ആന്റണിയുടെ രാഷ്ട്രീയ ഇടപെടൽ അദ്ദേഹം പ്രചരണത്തിന് പോകാൻ നിശ്ചയിച്ചില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹവും കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നത്. AK ആന്റണി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകില്ല. അതുമാത്രമല്ല, പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കണം എന്ന് AK ആന്റണി പറഞ്ഞു. ഈ ഒരു പ്രതികരണത്തിന്, അനിൽ ആന്റണി തോൽക്കണം എന്നുള്ള പ്രതികരണത്തിന് അനിൽ ആന്റണി തന്നെ മറുപടി നൽകുകയുണ്ടായി. 2014 മുതൽ AK ആന്റണിയുടെ ആഹ്വാനം ജനങ്ങൾ തള്ളിക്കളയുകയാണെന്ന് അനിൽ ആന്റണി മറുപടി നൽകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞയാളാണ് ആന്റണി. എന്നാൽ ഇക്കാര്യം നടന്നിട്ടുണ്ടോ എന്നും അനിൽ ആന്റണി ചോദിക്കുന്നു. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള എൻ്റെ കുടുംബക്കാരനാണ് എൻ്റെ പിതാവാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ BJP-യിൽ പ്രവേശിച്ച സമയത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളർന്നു. അദ്ദേഹത്തിൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചു വെക്കാൻ 2014 പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത്. 2019 പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത്. 2016 2021 സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിട്ടുകോട്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കുമെന്ന AK ആന്റണിയുടെ പ്രതികരണത്തിന് പത്മജ വേണുഗോപാലും മറുപടി നൽകി. ഒരച്ഛനും മകൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കില്ലെന്നായിരുന്നു പത്മജ വേണുഗോപാലിന്റെ മറുപടി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മക്കള് തോക്കണമെന്ന് ഒരച്ഛനും ആഗ്രഹിക്കില്ല. അത് ഏത് പാർട്ടിയായാലും. എൻ്റെ അനുഭവം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. തോൽവി മുന്നിൽ കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഇടത് സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകുന്നുവെന്നാണ് ആരോപണം. തീരദേശത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ പുതിയ ആരോപണം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. ശശി തരൂരിന്റെ പ്രചാരണ വാഹനം ഇന്നലെ വീണ്ടും പ്രവർത്തകർ ഇതിനിടെ തടയുകയും ചെയ്തു. ഇതും വലിയ വിവാദമായി ഉയർന്നു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ VV അരുൺ നൽകും. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണ ജാഥയ്ക്കിടെ, വാഹന പ്രചരണ യാത്രക്കിടെയുള്ള തർക്കം വീണ്ടും വാർത്തകൾ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം ബാലരാമപുരത്തായിരുന്നുവെങ്കിൽ ഇന്നലെ സംഭവിച്ചത് മണ്ണന്തലയിലാണ്. മണ്ണന്തലയിൽ ശശി തരൂരിന്റെ വാഹനജാഥയുടെ സമാപനത്തോടനുബന്ധിച്ചായിരുന്നു തർക്കമുണ്ടായത്. രണ്ടു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയി. തരൂരിന്റെ വാഹനം തടഞ്ഞു നിർത്തുന്ന സാഹചര്യവും തരൂരിനെതിരെ കയ്യേറ്റമുണ്ടായതായും ആരോപണമുണ്ട്. ഇന്നലെ മണ്ണന്തലയിൽ രാത്രി സംഭവിച്ചത് ശശി തരൂരിന് വേണ്ടി പ്രചരണത്തിലെത്തിയ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നതിനെ ചൊല്ലിയാണ് കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത്. ഇത് പിന്നീട് സ്ഥാനാർത്ഥി പോയ ശേഷം ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു. ശശി തരൂരിന്റെ വാഹനം തടഞ്ഞു നിർത്തുന്ന സംഭവമുണ്ടായി. മുൻ MLA എം എ വാഹിദ് അടക്കമുള്ളവർ ഈ പ്രശ്നത്തിന് പിന്നിലുണ്ട് എന്ന ആരോപണവും കോൺഗ്രസിൽ ശക്തമാവുകയാണ്. ശശി തരൂരിനെതിരെ കയ്യേറ്റമുണ്ടായതും വളരെ ഗൌരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. അതായത് തുടർച്ചയായി സ്ഥാനാർത്ഥിയുടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരം തർക്കങ്ങളുണ്ടാകുന്നു. അത് ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നത് കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ നാണക്കേടായി മാറുകയാണ്.
കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ, ഈ അനിശ്ചിതത്വം ഇടതു മുന്നണിയും അതുപോലെ BJPയും കാര്യമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ ശശി തരൂർ പറഞ്ഞത് UDFും BJPയും തമ്മിലാണ് ഇവിടെ നേർക്കുനേർ പോരാട്ടം എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ BJP നേതൃത്വം അതിനെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു നിലപാടുമായി രംഗത്തെത്തി. ശശി തരൂർ തോൽവി ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതു സ്ഥാനാർത്ഥിക്ക് മറിച്ചു നൽകാൻ, ഇടതു സ്ഥാനാർത്ഥിക്ക് നൽകാനായി UDFിലെ ഒരു വിഭാഗം ചർച്ചകൾ തുടങ്ങിയെന്ന ആരോപണമായിരുന്നു BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് മുന്നോട്ട് വച്ചത്. UDFിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ LDFിൽ എത്തിക്കുവാനുള്ള ഒരു ആലോചന UDFിനുള്ളിൽ നടക്കുന്നതായിട്ട് UDF പ്രവർത്തകർ തന്നെ വിവരം തരുന്നുണ്ട്. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളി ഇടതുമുന്നണി നേതൃത്വം രംഗത്തെത്തി. ഇടതുമുന്നണിയുടെ തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റി ചെയർമാൻ M. വിജയകുമാർ പറയുന്നത് രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് തരൂറും രാജീവ് ചന്ദ്രശേഖരനുമുള്ള പോരാട്ടം. പന്ന്യൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ BJPയുടെ ഈ ആരോപണം ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള BJPയുടെ കുടില തന്ത്രത്തിന്റെ ഭാഗമെന്നാണ്. വസ്തുതകൾ നോക്കുമ്പോൾ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് പന്ന്യൻ രവീന്ദ്രൻ വളരെ മുന്നിലാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിലും ഏറ്റവും ജനകീയനായി സ്വീകാര്യത നേടി ഒരു ജനങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് പന്ന്യൻ ഉയർന്നു വന്നു എന്ന് മാത്രമല്ല, പന്ന്യന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉയർന്നു വരുന്നുണ്ട്. അതാണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അതിശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ശശി തരൂറിന് നേരത്തെ ഉണ്ടായിരുന്ന മേൽക്കൈ ഇല്ല എന്ന് ഇടതുമുന്നണിയും BJPയും ഒരുപോലെ ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആര് ജയിക്കുമെന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ മത്സരമുണ്ടാകുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും ശശി തരൂർ തന്നെ എത്തിയേക്കുമെന്ന തരത്തിലുള്ള പ്രതികരണം ചില ഇടതു കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിശക്തമായ പോരാട്ടം, തികച്ചും അപ്രവചനീയമായ പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഓരോ ദിവസവും മാറുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നതിനാൽ തന്നെ കൂടുതൽ വിവാദങ്ങളും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. തൃശൂരിൽ പത്മജ വേണുഗോപാലിന് പിന്നാലെ 20ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് BJPയിൽ ചേർന്നു. പത്മജ വേണുഗോപാലിന്റെ അനുയായികളാണ് BJPയിൽ ചേർന്നത്. പത്മജയുടെ സാന്നിധ്യത്തിലായിരുന്നു BJPയിലേക്കുള്ള ഇവരുടെ വരവ്. K. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുരളി മന്ദിരത്തിൽ വെച്ചാണ് ഇവർ BJP അംഗത്വം സ്വീകരിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ K. രാധാകൃഷ്ണൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ പത്മജയുടെ ഇത് തുടക്കം മാത്രമാണെന്നും ഇനിയും നിരവധി പേർ BJPയിൽ എത്തുമെന്നുമാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ എന്താ പറയുക, ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞ ഒരു ഒറ്റ കോൺഗ്രസ്സുകാരെ ഇനി അവരെ കൂടെ നിൽക്കില്ല. ആ രീതിയിലാണ് അവരിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മനസ്സും എടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ് ഞാൻ. കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ ചീത്ത പറയുന്നുണ്ട്, പിന്നെ എന്തിനാ ഇപ്പം ഇനി വേറെ പാർട്ടിയിൽ പോയിട്ട് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ എഴുതി സമയം കളയണ്ട. എനിക്ക് നല്ല തൊലിക്കെട്ടി അക്കാര്യത്തിൽ. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്ന് അച്ഛൻ പല കൊലക്കേസുകളിൽ പ്രതി, ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. ഞാൻ അന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ. എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെറുതെ സമയം കളയണ്ട. എനിക്ക് ഒന്നെന്ന് വരെ ഞാൻ എല്ലാം വളരെ ജോളി ഏറ്റെടുക്കുന്ന ആളാണ്. എന്താ പറയണ്ടേ, കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് 18 കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ഗോദ ഇന്ന് പൊന്നാനിയിലാണ്. CAA വിരുദ്ധ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചനയിലാണെന്ന് പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യം പറഞ്ഞു. അവരുടെ വാക്കുകളിലേക്ക്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഉഷാറായിട്ട് പോണു. മത്സരമല്ലേ, നല്ല ഓട്ടത്തിലാണ്. ഏതാ ഈ അവസാന ലാപെത്തുമ്പോഴേക്ക് ഏത് രീതിയിലാണ് ഒരു പ്രചരണം ആസൂത്രണം ചെയ്യുന്നത്? നമ്മൾ പല രീതിയിൽ ഉള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു ഭാഗത്ത് നമ്മൾ കീ വോട്ടേഴ്സിനെ കാണുകയും അതോടൊപ്പം തന്നെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് സംഘടനാപരമായിട്ടുള്ള യോഗങ്ങളും അതുപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണവും നടക്കുന്നുണ്ട്. ഈ പൊന്നാനി മണ്ഡലത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. അവിടെ എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ ഈ ഘട്ടത്തിലെത്തുമ്പോൾ മനസ്സിലാക്കുന്നത്? നോക്കൂ, പൊന്നാനി മണ്ഡലമായാലും ഏത് മണ്ഡലമായാലും ജനങ്ങൾക്ക് വികസനം വേണം, ക്ഷേമ പദ്ധതികൾ അവരിലേക്ക് എത്തണം.
എന്നുള്ള ആഗ്രഹമില്ലാത്തവരായിട്ട് ഭൂലോകത്തിൽ തന്നെ എവിടെയും ഒരു സ്ഥലവും ഉണ്ടാവില്ല. അപ്പം ജനങ്ങൾക്കത് ആഗ്രഹമുണ്ട്. പക്ഷേ ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കൊരാശങ്കയുണ്ട്. അതായിരുന്നു ചിലപ്പോൾ ഒരേ പാർട്ടിക്ക് തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടാവുക. അതിൽ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് അവരുടെ ചിന്താഗതി. കാലങ്ങളായിട്ട് അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്നുള്ള ചിന്തയിൽ അവർ ജീവിച്ചു. പക്ഷേ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് എന്ത് ലഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് അവർ വിമർശനത്തോടുകൂടി അവർ ഈ അടുത്ത നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണല്ലോ മാറ്റം വേണമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ് അടുത്ത ആൾട്ടർനേറ്റീവ്? തീർച്ചയായിട്ടും LDF ഒരു ആൾട്ടർനേറ്റീവേ അല്ല. കാരണം ജനങ്ങളുടെ വികാരങ്ങൾ അതേപോലെ തന്നെ മനസ്സിലാക്കി സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ LDFന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ മറ്റനാവശ്യ കാര്യങ്ങൾക്കായിട്ട് അവർ ശ്രദ്ധ ചെലുത്തി വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞ് അധികാരം പലപ്പോഴും കയ്യിൽ കിട്ടിയ ഒരു പാർട്ടി ഇതുവരെയും സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ജനം തിരിച്ചറിയും. അപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് അത് NDA തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ അവർക്ക് മുമ്പിലുണ്ട്. അത് കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ SDPI അനുകൂല നിലപാട് വോട്ടാക്കി മാറ്റുവാനുള്ള ശ്രമം നടത്തുകയാണ് BJP സ്ഥാനാർത്ഥിയായ G കൃഷ്ണകുമാർ. SDPIയുമായി ഡീൽ ഉറപ്പിച്ച ശേഷമാണ് പിന്തുണ വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞതെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ PFIയുടെ നിരോധനം മാറ്റിക്കൊടുക്കാം എന്ന ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറയുന്നു. അല്ല, അനുകൂലമല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആരുടെ വോട്ടും ഞാൻ സ്വീകരിക്കുന്നത് പറയുന്നത്. കാരണം നന്മ ആഗ്രഹിക്കുന്ന, രാജ്യപുരോഗതി ആഗ്രഹിക്കുന്ന, നരേന്ദ്രമോദിയുടെ വീക്ഷണങ്ങൾ അതുപോലെ ഇവിടെ വരണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ഇത്തവണ NDA സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിപ്പിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്തരം ചിത്രശക്തികളുടെ വോട്ട് 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. നമ്മൾ കുറച്ച് പുറകോട്ടൊന്ന് പോകണം. കർണാടകത്തിൽ കോൺഗ്രസ് ഭരണം വന്നപ്പോൾ ആദ്യം ചെയ്ത ഒരു പ്രവൃത്തികളൊന്ന് വികസനവുമായി ബന്ധപ്പെട്ടല്ല. ഈ കൊല്ലം ജില്ലയിൽ തീവ്രവാദത്തിൻ്റെ വിത്ത് പടർന്ന, അതായത് വിത്തിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വളർത്തിയ മദിനി എന്ന വ്യക്തിയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ബില്ല് പാസ്സാക്കുക എല്ലാവരും കൂടി ചേർന്ന് കോൺഗ്രസ്. അതേ UDF സെറ്റപ്പിനകത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ പ്രേമചന്ദ്രൻ. ഈ കോൺഗ്രസ് വേണ്ടെന്നൊക്കെ പറയുന്നില്ല, അത് 2 ദിവസം കഴിഞ്ഞ് ആലോചിച്ചെടുത്തിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയ ഇതാണ്. അപ്പോൾ പ്രേമചന്ദ്രന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു ഇത്തവണ ഇദ്ദേഹം ഇവിടെ പരാജയം മണത്ത് തുടങ്ങി. ഏത് തരത്തിലുള്ള വോട്ടുകളും പിടിക്കുക. കാരണം ഇതുവരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരുന്നത് മനസ്സിലാക്കി പ്രേമചന്ദ്രനെ വിജയിപ്പിച്ചിട്ട് ഇവിടെ ഒന്നും നേടാനില്ല. അപ്പോൾ വോട്ടുകൾ കുറയുന്നു എന്നുള്ള പരാജയം വന്നപ്പോഴത്തേക്ക് ഏത് തീവ്രവാദ ശക്തിയുടെ വോട്ടും ഞാൻ വാങ്ങിക്കും. ഇതാണിത്. അതായത് ഇതിൽ നിന്ന് പോകുന്ന സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിരോധിക്കപ്പെട്ട PFIയെയും അതിൻ്റെ നേതാക്കളെയും ആ നിരോധനം പിൻവലിക്കും, അവരുടെ നേതാക്കളെ തിരിച്ചു കൊണ്ടുവരും, കേരളത്തിൽ അരാജകത്വത്തിന് വഴിയുണ്ടാക്കുന്നതാണ് ഈ പ്രസ്താവനയിലൂടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ ജനങ്ങളിത് മനസ്സിലാക്കിയെടുത്തത്. കാരണം ജനങ്ങളൊരു ഭയപ്പാടിലാണ്. കാരണം ഇവിടെ ഒരു സമാധാന അന്തരീക്ഷമുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ ഈ പ്രസ്താവന ഇതിന് വളരെയധികം ഒരു ശക്തി പകരുന്ന സംഭവമാണ്. അതുകൊണ്ട് ഇത്തരം നടപടികളിൽ നിന്ന് എല്ലാ നേതാക്കളും മാറണം. കാരണം വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദ ശക്തിയല്ല നമുക്ക് വേണ്ടത്. ഇവിടെ നമുക്കിവിടെ രാജ്യ പുരോഗതിക്ക് ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നു അവരുടെ വോട്ട് വാങ്ങിക്കാം, നമ്മുടെ എതിർ ശക്തിയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും അറിയാം PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI. അപ്പോൾ അവരുടെ വോട്ട് വാങ്ങുന്നു എന്ന് വെച്ചാൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ, അതായത് കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ നിരോധനം പിൻവലിക്കാമെന്നാണ് ഇതിലൂടെ കൊടുക്കുന്ന സന്ദേശം. SDPI നിരോധിച്ചിട്ടില്ലല്ലോ. SDPI നിരോധിച്ചിട്ടില്ല, അത് ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കേണ്ടത്. PFI നിരോധിച്ചിരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് തെറ്റായ സന്ദേശം തന്നെയാണ് ജനങ്ങളിൽ കൊടുക്കുന്നത്. ജയിക്കാൻ ഏത് തീവ്രവാദ ശക്തിയുടെയും പിന്തുണ ഞാൻ എടുക്കും. അത് ജനങ്ങൾ ഇത്തവണ ഇത് നിങ്ങൾ നോക്കിക്കോളൂ. മറ്റ് വിഭാഗങ്ങൾ എല്ലാവരും, എല്ലാ മതവിഭാഗവും ഒരുപോലെ ചിന്തിക്കുന്ന എന്താണ്, ഇവിടെ തീവ്രവാദം വേണ്ട. മറ്റ് രാജ്യങ്ങളിലുണ്ടായ തീവ്രവാദം, കാശ്മീരിൽ തന്നെ ഉണ്ടായ തീവ്രവാദം എന്തിനാ? 2014 തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ തീവ്രവാദവും അഴിമതിയായിരുന്നു. അഴിമതി പറയണ്ട, തുടച്ചു നീക്കി. തീവ്രവാദത്തെ 2014 ഇന്ത്യ ഒട്ടുക്ക് എവിടെയൊക്കെ ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് എവിടെയെങ്കിലും ചെറിയൊരു ബോംബ് പോലും പൊട്ടുന്നുണ്ടോ? അത്ര വെടിപ്പും വൃത്തിയാക്കി ഇന്ത്യയെ. അപ്പോൾ വീണ്ടും തീവ്രവാദത്തിനെ കൊണ്ടുവരേണ്ട ചില വിദേശ ശക്തികളുടെയും ഭാരതത്തിനകത്തുള്ള ശക്തികളുടെയും താല്പര്യമാണ്. കാരണം അരാജകത്വം സൃഷ്ടിച്ചാൽ മാത്രമേ ഇവിടെ വോട്ട് കിട്ടൂ എന്ന് ഇവർക്കറിയാം. അല്ലാതെ നന്മ പറഞ്ഞ് വോട്ട് വാങ്ങിക്കാൻ പറ്റില്ല. ഈ വാങ്ങുന്ന വോട്ട് പോസിറ്റീവ് വോട്ടല്ല, നെഗറ്റീവ് വോട്ടാണ്. കൊല്ലത്ത് അത് പ്രചാരണ വിഷയമാക്കും. ഇവിടെ പ്രചരണ വിഷയം ആയി കഴിഞ്ഞല്ലോ. കാരണം ജനങ്ങളിത് കേൾക്കുകയാണ്, ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. നമ്മളിത് പറയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ വിപ്ലവം നടന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എല്ലാവരുടെ കയ്യിലും ഒരു ഫോണുണ്ട്.
അതിനകത്ത് ഈ സന്ദേശം വരികയാണ്. SDP-യുടെ വോട്ടുകൾ വാങ്ങി പ്രേമചന്ദ്രൻ, അതായത് ഈ ഇലക്ഷന് ഞാൻ എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കും, SDP-യുടെയും സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായ സന്ദേശം പോയിട്ടുണ്ട്. രാജ്യസ്നേഹികൾ ഇതിനെതിരെ പ്രതികരിക്കും ഈ വരുന്ന 26-ാം തീയതി. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മുകേഷും ന്യൂസ് 18 കേരളവുമായിട്ട് സംസാരിച്ചു. രാഷ്ട്രീയ മത്സരമല്ല കൊല്ലത്ത് നടക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം NK പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് കലാകാരന്മാരെ വില കുറച്ച് കാണുന്നത് കൊണ്ടാണെന്ന് മുകേഷ് പറയുന്നു. കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷാണ്. മുകേഷിനോട് ചോദിക്കാം. മുകേഷ് ഏട്ടാ, നമ്മൾ കൃത്യം 1 മാസം മുമ്പാണ് കാണുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു ആദ്യം പ്രചരണം തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്നു. ചിത്രം പൂർണ്ണമാണ്. ഇപ്പോഴെന്താ പറയാനുള്ളത്? അല്ലേ, അന്ന് ഞാൻ അത്ര ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് പൂർണ്ണമായും ഉൾക്കൊണ്ട് പറഞ്ഞതല്ല. ഇന്ന് ഉൾക്കൊണ്ട് പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസം. കാര്യം ഈ സാധാരണ ആൾക്കാർ നമ്മൾ ചെല്ലുമ്പോൾ സ്വീകരണ പരിപാടികളെല്ലാം ഒരുമാതിരി സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് ഇനി ഒരു റൗണ്ടൂടെ ഉള്ളൂ. അവരുടെ ഒരു ആവേശം, അതിനകത്ത് കാപട്യമില്ല. അവരുടെ സത്യസന്ധത, അവരുടെ കണ്ണിലെ തിളക്കം, ചിരി, സംസാരം, ഹാരമണിയിക്കൽ, ഇതെല്ലാം ഒരു അഭിനേതാവെന്ന നിലയിലും ലോകം പരിചയം നമുക്ക് കിട്ടിയ നിലയിലും ഞാൻ വിലയിരുത്തുമ്പോൾ അതിനകത്തൊന്നും ഒരിക്കലും അവർക്ക് കള്ളം കാണിക്കാൻ പറ്റില്ല. ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. UDF സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഒട്ടും പൊളിറ്റിക്കൽ അല്ല കൊല്ലത്തെ മത്സരം. പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിക്കാനുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടാണ് കലാകാരനെ ഇറക്കിയത് എന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. അല്ല, അതെല്ലാം അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കുള്ള ചിന്തിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാധാനത്തിൽ അത് ഉൾക്കൊണ്ട് പറയുമ്പോഴാണ് പല പല നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത്. എപ്പം ഒരു ആദിയോ സംഭ്രമമോ പരിഭ്രമമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയുന്നതെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ അത് കാരണം തെറ്റുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളി ശരിക്കും എന്തെങ്കിലും ഒന്ന് ഒലച്ചിട്ടുണ്ട്. സംവാദത്തിൽ നിന്ന് മുകേഷ് ഒളിച്ചോടി എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. സംവാദം ഇതാരടുത്താണ് ഇവരൊക്കെ വരട്ടുന്നത്? എൻ്റെ അടുത്താണ് വരട്ടുന്നത്. എനിക്ക് സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനമേ കലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഉള്ളൂ. എനിക്കിവരെ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കൊല്ലത്ത് നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരാളെ ഉള്ളോ ഇടതുപക്ഷത്തിന് എന്ന് ചോദിക്കുന്നു. മുകേഷിന്റെ വലിയ സംഭവമാണോ? ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലമായിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല, 10 കൊല്ലമായിട്ട് നാട്ടുകാർ പറയുന്നതാണ്. എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. അവർക്ക് മാറ്റി ചിന്തിച്ചൂടെ? വേറെ എത്രയോ പേരുണ്ട്. പിന്നെ ഞാൻ തോൽപ്പിച്ചത് ചെറിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങ് ജയിച്ചു പോയാൽ പോരായിരുന്നു. മറ്റൊരു കലാകാരൻ കൂടി മത്സര രംഗത്തുണ്ട്, പ്രധാന കാൻഡിഡേറ്റിൽ ഒരാളായി. അല്ല, ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ആർക്ക് വേണമെങ്കിലും ജനസേവനത്തിനും ഇലക്ഷനും ഒക്കെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നാട്ടിലുണ്ട്. ഇവരൊക്കെ ജനാധിപത്യം എന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൻ്റെ പ്രധാന കാര്യം എവരിബഡി ഈസ് ഈക്വൽ. എല്ലാവർക്കും അവരവരായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, അവർക്കതില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്ത് വിരോധാഭാസമാണ്, എന്ത് മണ്ടത്തരമാണ്. അതൊന്നും IPT അത്രയേ ഉള്ളൂ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിനമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി 3 മണിയോടെ വിധി പറയും. കേസിൽ വാദം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അറസ്റ്റ് നിയമവിരുദ്ധമെന്നാണ് കെജ്രിവാൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാൾ ആണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. കൊടും ചൂടിൽ വെന്തുരുകിയാണ് കേരളം. പാലക്കാട് എരിമയൂരിൽ 44.7 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വേനൽമഴ ഇനിയും വൈകിയാൽ പാലക്കാട്ടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാവും.
ഇപ്പൊ തന്നെ കൂടിയ താപനില റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണിത്. ഇന്നലെ പാലക്കാട് നഗരത്തിനടുത്തുള്ള എരുമയൂരിൽ 44.7 ഡിഗ്രി സെൽഷ്യസിലാണ് താപനില ഉള്ളത്. ഇന്നും ഈ സമയം വരെ നമുക്കറിയാം ഇപ്പോഴും വലിയ ചൂട് തന്നെ, കടുത്ത ചൂട് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പ്രധാനമായും ആളുകൾക്ക് കൃത്യമായി തന്നെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതായത് വെള്ളം കൃത്യമായി തന്നെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ 11 മണിയുടെയും 3 മണിയുടെയും ഇടയിൽ അധികം പുറത്തിറങ്ങാതിരിക്കുക, പരമാവധി പുറത്തെ ജോലികൾ പരമാവധി ഒഴിവാക്കുക, ഈ സമയങ്ങളിൽ വെയിൽ കൊണ്ടുകൊണ്ടുള്ള ജോലി പരമാവധി ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തൊഴിലാളികളുടേത്. കാരണം അങ്ങനെ കർശനമായൊരു നിബന്ധനയൊന്നും ജില്ലാ ഭരണകൂടം വെച്ചിട്ടില്ല. എങ്കിൽ പോലും ആളുകൾ ഇപ്പോഴും പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ വരൾച്ച വലിയ തോതിൽ തന്നെയുണ്ട്. വെള്ളമില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നിലവിൽ പാലക്കാട് നഗരത്തിൽ കുടിവെള്ളക്ഷാമമൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ പാലക്കാടിന്റെ മലയോര മേഖലയിലും മറ്റുള്ള ഭാഗങ്ങളിലും എല്ലാം ചെന്ന ചിലയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. അതിർത്തി ജില്ലയെ തൃശ്ശൂരിലും മലപ്പുറത്തും എല്ലാം തന്നെ വേനൽമഴ ലഭിച്ചെങ്കിലും പാലക്കാട് ജില്ലയിൽ ഇതുവരെയും വേനൽമഴ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടുതൽ ചൂട് വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും രാത്രിയിൽ പോലും 30-32 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AC ഇല്ലാതെ, ഫാൻ ഉണ്ടായാൽ പോലും AC ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും മരച്ചുവട്ടിലും മറ്റും തണലുകളും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കൂടുതൽ മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പൊരി വെയിലത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമെങ്കിലും ആളുകളുണ്ട്. പക്ഷേ അത് കർശനമായി നിയന്ത്രിക്കാനുള്ള ഒരു നടപടി എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. അതിരപ്പള്ളി പൊകലപ്പാറയിൽ മഞ്ഞക്കൊമ്പൻ ബസ് തടഞ്ഞു. പെരിങ്ങൽകുത്തിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോകുന്ന ബസ്സാണ് മഞ്ഞക്കൊമ്പൻ തടഞ്ഞത്. ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ 15 മിനിറ്റ് നേരമാണ് യാത്ര തടസ്സപ്പെട്ടത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6575, പവന് 52,600 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5500, പവന് 44,000 രൂപ. വെള്ളി ഗ്രാമിന് 87, കിലോയ്ക്ക് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്. ന്യൂസ് 18 ഗോധ ഇന്നുള്ളത് കോഴിക്കോട് കടപ്പുറത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാകെ അത് ചുവന്നു നിൽക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ അത് UDF-ന് അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ചരിത്രമാണ്. മുസ്ലിം ലീഗിനെ നിങ്ങൾ സഖ്യകക്ഷിയാക്കുന്നു, SDPI നിങ്ങൾ സഖ്യകക്ഷിയാക്കുന്നു, അവരുടെ പതാക നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. പാലസ്തീൻ വിഷയങ്ങൾ വന്നാൽ പാലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. എന്താ കോഴിക്കോട് മാത്രം ഇത്ര പ്രശ്നം? കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതിക്കും ആ ബോണ്ടിനും എതിരായിരുന്നു. 1800 കോടി രൂപ വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ ഇതിനെതിരാണെന്ന് പറയണോ? രാമക്ഷേത്രം കിട്ടുമ്പോൾ അഭിമാനം കിട്ടുന്ന മനുഷ്യർ ഇന്ത്യക്കാരല്ല. ഈ കേരളമാണ് ഞങ്ങൾ കൊല്ലപ്പെട്ടത്. പറഞ്ഞാൽ നിൽക്കാനുള്ള നട്ടയിൽ വേണം. എന്റെ ഗണേശ് എവിടെയെങ്കിലും വേറെ എവിടെയും പോയി പറ. Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ നിയമത്തടക്കം BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ച ആൾ